ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വഴുതനങ്ങ ഉപ്പേരിയാണ്. അതിലേക്ക് കുറച്ച് വഴുതനങ്ങ, പച്ചമുളക്, കരിവേപ്പില, നന്നായി കഴുകിയ വഴുതനങ്ങ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ചെറിയ കഷ്ണങ്ങളായി അരിയാണ് കേട്ടോ, എന്നാൽ പെട്ടെന്ന് വെന്തോളും. വഴുതനങ്ങ പെട്ടെന്ന് വേവനാണ്, എന്നാലും ചെറുതാക്കി അരിഞ്ഞാൽ വേഗം വെന്തോളും. പിന്നെ അതൊക്കെയുണ്ട് എല്ലാവരും വിശേഷം. എല്ലാവർക്കും സുഖമല്ലേ, റാഹത്തല്ലേ. പിന്നെ അതിലേക്ക് 2 പച്ചമുളകും അരിഞ്ഞു കൊടുക്കുക. ഇവിടെ മുളക് വല്ലാതെ ആർക്കും ഇഷ്ടമില്ല, അങ്ങനെയുള്ള എരി ഉണ്ടായതുകൊണ്ട് അപ്പോൾ മുളക് കുറച്ച് ഇട്ട് കൊടുക്കണുള്ളൂ. ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ചട്ടി നല്ലോണം ചൂടായതിന് ശേഷം അങ്ങനെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ഇനി വെളിച്ചെണ്ണ നല്ല ചൂടാവണം. ചൂടായതിന് ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. ഇനി കടുക് നല്ല ചൂടായിട്ട് പൊട്ടുമല്ലോ, ആ സമയത്ത് നമുക്ക് എന്താക്കുക, കരിവേപ്പില ഇട്ട് കൊടുക്കുക. കരിവേപ്പില ഇട്ട് അതിലേക്ക് പച്ചമുളകും ഇട്ട് വെക്കുക കേട്ടോ. അരിഞ്ഞ് വെച്ച പച്ചമുളകും ഇട്ട് കൊടുക്കുക. നിങ്ങളൊക്കെ എങ്ങനെയാണോ വഴുതനങ്ങ ഉപ്പേരി വെക്കൽ? അങ്ങനെയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. വേറെ മോഡലാണെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അത് രണ്ടും അതിൽ കിടന്ന് വെന്തതിന് ശേഷം എന്താക്കുക, നമ്മളെ വഴുതനങ്ങ അരിഞ്ഞ് വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതെല്ലാം ഇതുമ്പാടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലോണം. എന്നിട്ട് അതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് അതുമ്പാടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. എല്ലാതും കൂടി ഉപ്പും കൂടി കൂട്ടിയിട്ട് എന്നിട്ടത് നല്ലോണം മൂടി വെക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എടുത്ത് മൂടി തുറന്ന് നോക്കിയിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് അതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. വെള്ളമൊന്നും പാരാതെ ഉണ്ടാക്കണമല്ലോ, അപ്പോൾ അത് പിടിച്ചെന്നുള്ളതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് അത് ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മളെ വഴുതനങ്ങ റെഡി ആയി കഴിഞ്ഞു. ഓക്കെ, എല്ലാവർക്കും ബൈ ബൈ.